എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പെട്രോൾ ഡീസൽ വില വർധനവാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളെ വലിയ രീതിയിൽ കൊള്ളയടിക്കുന്ന നിലപാടിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് സംബന്ധിച്ച്. യഥാർത്ഥത്തിൽ ഈ ബഹുരാഷ്ട്ര കമ്പനികൾ ജനങ്ങളെ കൊള്ളയുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ലിറ്ററിൻ്റെ മേലെ ഡീസലിനും അതുപോലെ തന്നെ പെട്രോളിനും 3 രൂപ വർദ്ധിപ്പിച്ചു എന്നാണിപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് തന്നെ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ശക്തിയായ രീതിയിൽ പ്രതിഷേധിക്കണം എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ കഴിഞ്ഞു. കേരളത്തിലെ പരാജയം സംബന്ധിച്ചുള്ള സ്വയം വിമർശനപരമായ പരിശോധന കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധന കൊണ്ട് മാത്രം റിവ്യൂ പൂർണ്ണമാവും എന്നുള്ളതല്ല ഞങ്ങൾ കണ്ടത്. ഇന്ന് മുതൽ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന്, നാളെ ജില്ലാ കമ്മിറ്റി, മറ്റന്നാളും ജില്ലാ കമ്മിറ്റി, ഈ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തുറന്ന ചർച്ച പാർട്ടിക്കകത്ത് നടത്തി കൃത്യമായ കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്നാണ് ഞങ്ങൾ കണ്ടത്. വലിയ പരാജയമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകും. കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനം ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. നല്ല നിലയിൽ സംഘടനാ പരിശോധനയും തിരുത്തലും ആവശ്യമുള്ള പാർട്ടി ഇടപെടലും നടത്തി വർഗ ഭോജന പ്രസ്ഥാനങ്ങളുമെല്ലാം സജീവപ്പെടുത്തി വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കെ രാജേഷ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല എങ്ങനെ വരുന്നത്? അങ്ങനെ വാർത്ത എന്തൊക്കെ വരും? വാർത്ത നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതെ, അല്ല, ഞങ്ങൾ പരാജയം അംഗീകരിച്ചല്ലോ. സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെൻറ് വരാൻ പോവാണ്. ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ മര്യാദയോടുകൂടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അവർ മുമ്പ് ചെയ്തതുപോലെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്ന നിലയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഭരണത്തെയും ഭരണ സംവിധാനത്തെയും വികസനത്തെയും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നത്. ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കില്ല. അതുകൊണ്ട് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിലാണ്. ശരിയായതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കും, തെറ്റായതിനെ ശക്തിയായ രീതിയിൽ വിമർശിക്കും. എന്നിട്ട് തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ രീതിയിലുള്ള പ്രതിപക്ഷം എന്ന നിലയിലുള്ള പിന്തുണ ഈ ഗവൺമെൻറ്റിനും ഞങ്ങൾ നൽകും. ഏകണ്ഠമായിട്ടാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏകണ്ഠമായി, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഏകണ്ഠമായിട്ട്. അത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് എന്നുള്ള വിവരം കിട്ടിയ ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. അതുപോലെ തന്നെ അതിനിടയിൽ PB യോഗം ചേർന്നു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നില ഉണ്ട്. മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നതാണോ? മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നതാണോ? അല്ലല്ല, മുഖ്യമന്ത്രി അല്ലാണ്ട് പ്രതിപക്ഷം ഇല്ലല്ലോ. ഇനി വരെ ഗവൺമെന്റ് ജീവിക്കുന്നില്ല, പിന്നെ എന്തിനാ പ്രതിപക്ഷം? അല്ലാതെ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം നേതാവ് വരും. Thank you.